ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് ഞാൻ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണിന് നിറച്ചും 6 kg ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് സേമിയം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വറുത്ത സേമിയം തന്നെയാണ്, എന്നാൽ ജസ്റ്റ് ഒന്നും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ 2-3 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ ഒരുമിച്ചിട്ട് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ആയിട്ട് വറുത്തെടുക്കുന്നൊന്നുമില്ല, രണ്ടും ഒരുമിച്ചിട്ട് തന്നെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ഈ സേമിയ ഈ ഒരു വെള്ളത്തിൽ കുക്കായി വരണം. എന്നിട്ട് ഇതാ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സേമിയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1.5 പാക്കറ്റ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പായസം കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1.5 പാക്കറ്റ് പാലെടുത്തത്. എന്നിട്ട് മധുരത്തിനനുസരിച്ചിട്ട് ഇതാ ഈ ഒരു കപ്പിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉണ്ടാകും. പിന്നെ ഇതാ കുറച്ച് ടേസ്റ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കായ് പൊടി, പിന്നെ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്, പിന്നെ ഇതാ മെയിനായിട്ട് നമ്മൾ കോഫി പൗഡർ, അത് 1/4 ടീസ്പൂണേ പാടുള്ളൂ. ഒരുപാട് കൂടാൻ പാടില്ല, അന്നേരം അതിൻ്റെ ചായ വ്യത്യാസം മാറി വരും. അതിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സേമിയ പായസത്തിന്. അപ്പോൾ ഇതാ ഇതിങ്ങനെ തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പതച്ച് മറന്നു പോകും. അങ്ങനെ നമ്മളിതാ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള സേമിയ പായസം റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. ചാനൽ